വെൽക്കം ബാക്ക് ടു RKNX. CMK സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് എക്സാമിന്റെ പാറ്റേൺ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ CMK സ്കോളർഷിപ്പുമായി മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഇന്ന് നമുക്ക് എന്തായാലും ഈ ഒരു സ്കോളർഷിപ്പ് നേടിയെടുത്തേ പറ്റൂ. അപ്പൊ അങ്ങനെ ഉള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു 5 കാര്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും നിങ്ങൾ തുടർച്ചയായിട്ടും പാലിച്ചു പോകേണ്ട കുറച്ച് രീതികളുണ്ട്. അപ്പൊ അതൊക്കെയാണിത്. ഒന്നെന്താണ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ CMK സ്കോളർഷിപ്പിന്റെ പ്രധാനപ്പെട്ട സിലബസ് എന്നുള്ളത്. അപ്പൊ ആ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതിൽ തന്നെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കളക്ട് ചെയ്യുക. അങ്ങനെ കളക്ട് ചെയ്തതിനു ശേഷം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും തുടർച്ചയായി റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് ആ ടോപ്പിക്സ് പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും CMK സ്കോളർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവും. കാരണം ഇതൊരു സ്കോളർഷിപ്പ് എക്സാം ആണ്. ചില കുട്ടികൾ ഉണ്ടാവും ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ, അങ്ങനെ തുടർച്ചയായിട്ട് ഒരു ഓർഡറിൽ പഠിച്ചു പോകുന്ന കുട്ടികളുണ്ടാവും. അത് തെറ്റല്ല, വളരെ നല്ല ശീലം തന്നെയാണ്. പക്ഷേ നമ്മൾ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, സ്മാർട്ട് ആയിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു നമുക്ക് ഉറപ്പായിട്ടും അത് ഓർമ്മയിലും നിൽക്കും. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അല്ലെ? രണ്ടാമതായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തേ പറ്റൂ അല്ലെ? ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന് എന്താ, ടോപ്പിക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ടുള്ള കാര്യം, ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നത് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മാത്സിലെയും മലയാളത്തിലെയും ഒക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വന്നത്, ജനറൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് CMK സ്കോളർഷിപ്പ് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി കഴിഞ്ഞ 5-10 വർഷങ്ങളിലെയൊക്കെ USS എക്സാമിന്റെ സ്കോളർഷിപ്പ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ടൈം മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്? നമ്മൾ ഓരോരോ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായ രീതിക്ക് പോവാണെങ്കിൽ ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യണം അല്ലെ? അതായത് സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. അപ്പൊ അതിനുവേണ്ടി എക്സ്ട്രാ ടൈം, സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി എക്സ്ട്രാ ടൈം നിങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ ഒരു ടൈം, ആദ്യം ഒരു ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് സ്കൂളിൽ ഒരു ടോപ്പിക് പഠിച്ചു, മലയാളത്തിന്റെയോ ഗണിതത്തിന്റെയോ ഒരു ടോപ്പിക് പഠിച്ചു, അത് ആ ഒരു ടോപ്പിക്കുമായി ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് അന്നത്തെ ക്ലാസിന്റെ ബേസിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, ടൈം മാനേജ്മെന്റ് എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ടും കൊണ്ടുപോകാം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഉറപ്പായിട്ടും സോൾവ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാമിന്റെ അവർ എത്രയാണോ, എത്ര മണിക്കൂറാണോ നമ്മുടെ എക്സാം ഉള്ളത്, ആ എക്സാമിന്റെ സമയത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്ത് പഠിച്ച് ശീലിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് എക്സാം ഹാളിലും കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം മാനേജ് ചെയ്ത് പഠിക്കുക. ഇപ്പൊ കണക്കിനൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി വളരെയധികം സമയം വേണ്ടി വരും അല്ലെ? അങ്ങനെയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അവറിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ഞാൻ ഇത്ര സെക്കൻഡ്സ് അല്ലെങ്കിൽ ഇത്ര സമയം മാത്രമേ എടുക്കൂ എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ഷോർട്ട് കട്ട് മെത്തേഡ്സ്. എന്താണ് ഷോർട്ട് കട്ട്സ് അല്ലെ? നമ്മൾ ഓരോരോ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതായത് ഒരു നോട്ട്ബുക്ക് എടുക്കുകയാണെങ്കിൽ ആ നോട്ട്ബുക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഹൈലൈറ്റേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കളർ പേപ്പേഴ്സിൽ എഴുതിയിട്ട് നമ്മളെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എഴുതുക അല്ലെ? ഇതൊക്കെ ഷോർട്ട് നോട്ട്സ് ആണ്, ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ്. അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് അത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോൾ ഓരോ പുരസ്കാരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോരോ പ്രധാനപ്പെട്ട ഡേറ്റ്സ്, ഇയേഴ്സ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള സ്റ്റിക്കി നോട്ട്സിൽ നമ്മുടെ വീടിന്റെ ചുമരിലോ എവിടെയെങ്കിലും നമ്മൾ കാണുന്ന രീതിക്ക് ഒട്ടിച്ചു വെക്കാം. ഈ ഒരു എക്സാം കഴിയുന്നത് വരെ മാത്രം മതി.
ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, ഫോർമുലാസ്, ഡെഫിനിഷൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡെഫിനിഷൻ. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒരു സെലക്ടീവ് ഐറ്റംസ് പാറ്റേണിലാണ് വരിക അല്ലേ. അപ്പോ താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ എന്താ ഷോർട്ട് കട്ട്സും മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്ത് ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കണം. നിങ്ങളുടെ ലെക്ചർ നോട്ട് തയ്യാറാക്കിയിരിക്കണം. നോക്കാം നെക്സ്റ്റ് റെഗുലർ റിവിഷൻ. അപ്പോ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു, പക്ഷേ എക്സാമിന്റെ സമയത്ത് അല്ലെങ്കിൽ എക്സാമിന്റെ ഹാളിൽ ഇരുന്നിട്ട് പലപ്പോഴും നിങ്ങൾക്ക് ശരിയായ ഉത്തരത്തിൽ കൺഫ്യൂഷൻ വരുന്നത് റെഗുലർ ആയിട്ടുള്ള റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും. അപ്പൊ ആ ഒരു അബദ്ധം ഇവിടെ സംഭവിക്കരുത്. കാരണം നമുക്ക് ഒറ്റ ചാൻസേ ഉള്ളൂ, CM KIIT സ്കോളർഷിപ്പ് കിട്ടാൻ നമുക്ക് ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ആ ഒരു ചാൻസ് നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾ റിവൈസും കൂടെ ചെയ്യണം. അപ്പോ ഇന്ന് ഞാനൊരു ടോപ്പിക് പഠിച്ചു, നാളെ എനിക്ക് ഒരുപാടുണ്ടല്ലോ സിലബസ്. അപ്പൊ അതിൽ ഇന്ന് ഞാനൊരു ടോപ്പിക് പഠിച്ചു, നാളെ എന്ത് ചെയ്യണം, ഈ ടോപ്പിക് ജസ്റ്റ് പറ്റുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. കറക്റ്റ് ആയിട്ട് 3 ദിവസം കൂടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പഠിച്ച ടോപ്പിക്സ് വായിച്ചു പോവുക. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു, അവസാനം എക്സാമിന് സമയമാകുമ്പോൾ ആദ്യം പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ വരുത്തരുത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും CM KIIT സ്കോളർഷിപ്പ് ഉറപ്പായിട്ടും കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുമായിട്ട് RK Next കൂടെ ഉണ്ട്. ഓക്കെ, ബൈ ബൈ.